മൂന്നാമത്തെ ചാപ്റ്ററാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഈ ചാപ്റ്റർ നമുക്ക് മുഴുവനായിട്ടില്ല, ആകെ 2 ടോപ്പിക്കേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് ERP എന്നറിയണം കേട്ടോ. അപ്പോൾ ERP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്, കവറിങ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് എൻ എൻ്റർപ്രൈസ് ലൈക്ക് ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ്, പ്രൊഡക്ഷൻ, സെയിൽസ്, ലോജിസ്റ്റിക്സ് എക്സെട്ര. അപ്പോൾ എന്താണ് ERP എന്ന് അറിയണമെങ്കിൽ ആദ്യം ഒരു എൻ്റർപ്രൈസ് എന്താണെന്ന്, നിങ്ങൾ കൊമേഴ്സുകാരായതുകൊണ്ട് എൻ്റർപ്രൈസ് എന്താണെന്നൊക്കെ അറിയാം അല്ലേ. എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് അതർ റിസോഴ്സസ് വർക്കിംഗ് ടുഗദർ ടു ഫോം എ കോമൺ ഗോൾ. എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകളും അതേപോലെ തന്നെ അതിൽ നമുക്ക് അവിടെ ഉള്ള റിസോഴ്സസും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സോപ്പ് കമ്പനി എടുക്കാം. അപ്പോൾ സോപ്പ് കമ്പനി എടുക്കുന്ന സമയത്ത് ആ സോപ്പ് കമ്പനിയിൽ പലവിധ കാര്യങ്ങൾ നടക്കും അല്ലേ. അതായത് സോപ്പ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ആദ്യം കണ്ടെത്തണം, അതിനുശേഷം റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു, അത് മാനുഫാക്ചർ ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, പിന്നെ അത് വർക്ക് ചെയ്യാൻ ആ സോപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ആളുകളെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഓഫീസ് ഓർഗനൈസേഷൻ ഇതെടുത്താലും അതിൽ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഓരോ ഇപ്പോൾ സോപ്പ് കമ്പനിയിൽ തന്നെ മനസ്സിൽ കാണാം. അപ്പോൾ അതിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അല്ലേ. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുന്നത് എവിടെയാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ സോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവരവരുടെ കമ്പ്യൂട്ടറിൽ അവരെന്ത് ചെയ്യുന്നു, ഞങ്ങൾ ഇത്ര റോ മെറ്റീരിയൽസ് കൊണ്ട് ഇത്ര സോപ്പ് ഉണ്ടാക്കി, ആ ഡീറ്റെയിൽസ് അവരുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നു. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ അവരുടെ ഡാറ്റ സിസ്റ്റത്തിൽ എത്ര സാധനം സെയിൽ ചെയ്ത് പോകുന്നുണ്ട് എന്നതിനെക്കുറിച്ച് അവരുടെ ഡാറ്റ അവർ അവരുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻകാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, സോപ്പ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, സെയിൽസുകാർ വിറ്റുകൊണ്ടിരിക്കും. ഇനി സാധനം വിറ്റ് പോകുന്നില്ല എന്ന് വിചാരിക്കുക, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ എന്ത് സംഭവിക്കും, നഷ്ടം സംഭവിക്കും അല്ലേ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യം മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയുള്ളൂ. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹെഡ് ഓഫ് ദി കമ്പനി വന്നിട്ട് അവർക്ക് ചിലപ്പോൾ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും, പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ തമ്മിൽ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, എത്ര മാത്രം സാധനങ്ങൾ ഇനി ഉണ്ടാക്കണം, എത്ര റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ സമയമായോ, ഇതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ ഇൻഫർമേഷൻസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും, സാധനം എത്ര പ്രൊഡക്ഷൻ കഴിഞ്ഞു, എത്ര സോപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്ര സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ടുണ്ട്, എത്രയാണ് വിറ്റ് പോയിട്ടുണ്ട്, എത്ര ഫിനാൻസ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്തായിരിക്കണം, ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ, ആ എൻ്റർപ്രൈസ് സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ERP എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ERP എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ്. ആ സോഫ്റ്റ്വെയർ പാക്കേജിൽ ആ എൻ്റർപ്രൈസിലുള്ള അല്ലെങ്കിൽ ആ കമ്പനിയിലുള്ള അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ ഏരിയകളും, അതായത് ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, പ്രൊഡക്ഷൻ, സെയിൽസ്, പർച്ചേസ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. എന്നിട്ട് ആ ERP സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊരു സിസ്റ്റം ആ എൻ്റർപ്രൈസിൽ ഏതൊരു സിസ്റ്റത്തിലെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നിങ്ങൾ എത്ര സാധനം സെയിൽ ചെയ്തു എന്ന് പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നു കൊണ്ട് തന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ നടന്നു എന്നതിനെക്കുറിച്ച് അവർക്കൊരു ഐഡിയ കിട്ടും. അതാണ് ERP. ഇപ്പോൾ ERP എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു കമ്പനിയിലെ ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആക്ടിവിറ്റീസുകൾ അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒന്നിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ നടത്തുന്ന, ഇപ്പോൾ ഇന്ന് 2 സോപ്പ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പ്രൊഡക്ഷനിൽ അവർ എൻ്റർ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ 2 സോപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ 30 സോപ്സ് പെൻഡിങ് ആണ്, സെയിൽസ് പോയിട്ടില്ല. അപ്പോൾ അവർക്ക് നമുക്ക് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നിർത്തി വെക്കണം, കാരണം 30 സോപ്സ് പോയിട്ടില്ല, പെൻഡിങ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് അവർക്ക് നടത്താൻ കഴിയും. അതാണ് ERP കേട്ടോ. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP അതാണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക്. നിങ്ങൾക്ക് ലിസ്റ്റിംഗ് ഓൺലി അല്ലെങ്കിൽ നെയിമിംഗ് ഓൺലി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എൻ ERP. ആദ്യത്തെ മോഡ്യൂൾ ഫിനാൻഷ്യൽ മോഡ്യൂളാണ്. ഫിനാൻഷ്യൽ മോഡ്യൂളാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഫിനാൻഷ്യൽ കാര്യങ്ങൾ എൻ്റർ ചെയ്യും, അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡ്യൂളാണ് ഫിനാൻഷ്യൽ മോഡ്യൂൾ. ഇപ്പോൾ നമ്മൾ സെയിൽസിൽ എത്ര എമൗണ്ട് ഉണ്ട്, അതേപോലെ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ സാധനം വാങ്ങാൻ ഇത്ര എമൗണ്ട് കൊടുത്തു, അവിടെ പ്രൊഡക്ഷനിൽ ഇത്ര സാധനങ്ങൾ വാങ്ങി, അവിടുന്ന് ഇത്ര കിട്ടി,
മാർക്കറ്റിങ്ങിന് പോയപ്പോൾ ഇത്ര എമൗണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും സാമ്പത്തിക ഇടപാടുകൾ എൻട്രി ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മോഡലാണ് ഫിനാൻഷ്യൽ മോഡ്യൂൾ. മാനുഫാക്ചറിങ് മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെസസറി ബിസിനസ് റൂൾസ് ടു മാനേജ്, അതായത് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ ബിസിനസ് റൂൾസ് നമ്മൾ മാനേജ് ചെയ്യണം അതിനെക്കുറിച്ചിട്ടും, മാത്രമല്ല ഇന്നത്തെ ടെക്നോളജിയും ബിസിനസ്സും ഒന്നിപ്പിച്ചിട്ട് എങ്ങനെ നമുക്ക് പുതിയ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ല നമുക്ക് പുതിയ പുതിയ മെത്തേഡ്സ് മാനുഫാക്ചർ ചെയ്യാനും അതേപോലെ പ്ലാനിങ് മെത്തേഡ്സും ഒക്കെ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാനുഫാക്ചറിങ് മോഡ്യൂൾ. പ്രൊഡക്ഷൻ മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്നും എങ്ങനെ പുതിയ പുതിയ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഒരു കാര്യവും ഒരു അറേഞ്ച്ഡ് ഫോമിലാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഒരു ഓർഗനൈസേഷൻ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും, അതായത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് നടത്താണ് പ്രൊഡക്ഷൻ പ്ലാനിങ് മോഡ്യൂൾ. HR മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ളി ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യനെ റിലേറ്റഡ്, അതായത് ആരൊക്കെയാണ് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഡീറ്റെയിൽസ്, ഓരോരുത്തരുടെ സാലറി ഡീറ്റെയിൽസ്, അവരുടെ മാനുവലി അവരുടെ അവരുടെ പെർഫോമൻസ് എങ്ങനെ, അവരുടെ പ്രൊഡക്ഷൻ എങ്ങനെ, അവരുടെ പ്രൊമോഷൻ എങ്ങനെ, ഓൺ വാട്ട് ബേസിസ്, അവരെന്താണ് അവരുടെ പെർഫോമൻസ് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങൾ ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള അതിനകത്തുള്ള എംപ്ലോയീസ് റിലേറ്റഡ് ഡീറ്റെയിൽസാണ് HR മോഡ്യൂൾ. ദെൻ ഇൻവെൻറ്ററി കൺട്രോൾ മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് മോഡ്യൂൾ കവേഴ്സ് പ്രോസസ് ഓഫ് മെയിൻറ്റെയിൻ ദ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് ഇൻ ദ വെയർഹൗസ്, അതായത് വെയർഹൗസിൽ എത്രയൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ്, ഇനി എന്തൊക്കെ നമുക്ക് എത്രയാണ് നമുക്ക് എത്ര ഓർഡർ കിട്ടിയത്, ആ ടാർഗറ്റ് സെറ്റിന് ഇത്ര റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പുതിയ റോ മെറ്റീരിയൽസ് വാങ്ങാനുള്ള ടൈം ആയോ, അപ്പോൾ ഇൻവെൻറ്ററി ആയിട്ടുള്ള പേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ പർച്ചേസിങ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ബേക്കിംഗ് ദ റിക്വയർഡ് റോ മെറ്റീരിയൽസ്, നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ കൊടുക്കണം. അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്, നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് തന്നെ പ്രോഡക്റ്റ് കിട്ടണം, അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞ സ്ഥലത്ത് തന്നെ കിട്ടണം. അതിനെക്കുറിച്ച് സപ്ലയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, സപ്ലയറെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുക, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പർച്ചേസ് ചെയ്യും. മാർക്കറ്റിംഗ് മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എത്രമാത്രം കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് കടന്നു പോയിട്ടുണ്ട്, എത്രമാത്രം കസ്റ്റമേഴ്സ് അത് വാങ്ങുന്നുണ്ട്, അവരെങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ട്രാക്ക് ചെയ്യുക, അതുപോലെ അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ടോ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരു അന്വേഷണം നടത്തുക. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനിയുടെയും റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്, സെയിലാണ് അല്ലേ. ആ സാധനം സെയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ അവർക്ക് എന്തുണ്ടാവുള്ളൂ, റവന്യൂ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ലൈഫ് സൈക്കിളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സെയിൽസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എൻക്വയറീസ്, ഓർഡർ പ്ലേസ്മെൻറ്റ്, ഓർഡർ ഷെഡ്യൂളിങ്, ഓർഡർ ഇടുന്നത്, ഓർഡർ നമ്മൾ അവർ പറഞ്ഞ ഓർഡറിൽ സാധനം എത്തിച്ചു കൊടുക്കുക, ഡിസ്പാച്ച് ചെയ്യുക, അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്, അതുപോലെ അതിൻ്റെ ഇൻവോയ്സ് ബില്ലൊക്കെ തയ്യാറാക്കുന്നതാണ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ. ക്വാളിറ്റി കൺട്രോൾ ക്വാളിറ്റി മാനേജ്മെൻറ്റ് മോഡൽ അവിടെ നമ്മൾ ക്വാളിറ്റി ഓരോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതായത് ക്വാളിറ്റി പ്ലാൻ ചെയ്യുക, ക്വാളിറ്റി ഇൻസ്പെക്ട് ചെയ്യുക, ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം. പിന്നെ ബേസ്ഡ് ആ കമ്പനിയുടെ സൈസും നേച്ചറും അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ മോഡലും നമ്മളതിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷൻ യൂണിറ്റ്സ് ഓഫ് എൻ ERP. പക്ഷേ നമ്മുടെ സിലബസ് പ്രകാരം ഈ ലിസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിലബസ് ലിസ്റ്റിംഗ് 9 എലമെൻറ്റ്സ് ഉണ്ട്. ഈ ലിസ്റ്റിംഗ് നിർബന്ധമായും പഠിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് മോഡ്യൂൾ ERP സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. ആരൊക്കെയാണ് നമ്മൾക്കിപ്പോൾ നമ്മൾ പറഞ്ഞ ERP എന്ന് പറഞ്ഞാൽ എന്താ സാധനം, ഒരു സോഫ്റ്റ്വെയർ പാക്കേജാന്ന് പറഞ്ഞു അല്ലേ. ആ പാക്കേജ് ഒരു കമ്പനിയിൽ ആവശ്യമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും കാര്യങ്ങൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ രൂപത്തിലാക്കിയിരിക്കുന്ന, അതായത് വെച്ചാൽ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഈസിലി ആക്സസിബിൾ ആകാൻ വേണ്ടിയിട്ട്, അതായത് ഒരൊറ്റ ഡാറ്റാ ബേസുള്ളതാണ്. ഓരോ എന്താ പറയുക, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് സ്റ്റോറേജ് അല്ല, എല്ലാം കൂടെ ഒരൊറ്റ ഡാറ്റാ ബേസിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ സെയിൽസിൽ എന്താ എൻ്റർ ചെയ്യുന്നത് നമുക്ക് ഫിനാൻസിലിരുന്ന് അറിയാൻ പറ്റും, പർച്ചേസിൽ എന്ത് നടന്നാലും പ്രൊഡക്ഷൻ, അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നാലും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ് ERP സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ERP പാക്കേജ് നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്നത് പോലെയല്ല, അത് നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ടൈം ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു 4-5 മാസം ഇരുന്നിട്ടായിരിക്കും ഒരു ERP പാക്കേജ് ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. പിന്നെ മണി, ഒരുപാട് പൈസ ഉണ്ടാവും, പൈസ മുടക്കേണ്ടി വരും. പിന്നെ അവരുടെ എഫേർട്ട്, അവർ ചിലവാക്കുന്ന അവരുടെ ടൈം, അവരുടെ എനർജി എല്ലാം ചിലവാക്കിയിട്ടാണ് അവർ എന്താക്കണം, ഒരു ERP പാക്കേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ
അങ്ങനെ എന്തായാലും ആ എമൗണ്ടും നമ്മൾ കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ പല കമ്പനീസ് ERP പാക്കേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഒറാക്കിൾ, ദെൻ സാപ്പ്, ഓഡോ, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, ടാലി, ERP. അങ്ങനെയുള്ള 5 കമ്പനിയാണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒറാക്കിൾ എന്ന് പറയുന്ന USA ബേസ്ഡ് കമ്പനിയാണ്. ഒരു നല്ലൊരു ഗുഡ് കസ്റ്റമറും ഗുഡ് ഇൻട്രാക്ഷനും ഒക്കെ ഉള്ള കമ്പനി. സാപ്പ് അതിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്ട്സ് ഫോർ ഡാറ്റ പ്രോസസ്സിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാപ്പിൻ്റെ ഫുൾ ഫോം, ആ സാപ്പിൻ്റെ ഫുൾ ഫോം പഠിച്ചിരിക്കണം. സിസ്റ്റംസ് ആപ്ലിക്കേഷൻ ആൻഡ് പ്രോഡക്ട്സ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. അതും ഒരു ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്. ഓഡു എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്പൺ സോഴ്സ് ERP ആണ് കേട്ടോ. ആ ഓപ്പൺ സോഴ്സ് ERP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഓഡു സോഫ്റ്റ്വെയർ. ദെൻ മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, അതും ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഗ്രൂപ്പ് ഓഫ് എൻ്റർപ്രൈസിന് റിസോഴ്സസ് പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്. ടാലി ആണെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ടാലി സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടാലി മാത്രം ബിസിനസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ കൊമേഴ്സിൽ പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ദാറ്റ് ഈസ് ആൻ ഇന്ത്യൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ പാക്കേജിൻ്റെ പേര് മനസ്സിലാക്കുക. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ERP. അപ്പോൾ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്നതും ഒരൊറ്റ ഡാറ്റാബേസ് യൂസ് ചെയ്ത് എല്ലാത്തിനും ലിങ്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അപ്പോൾ നമുക്ക് റിസോഴ്സസ്, അതായത് നമ്മുടെ റോ മെറ്റീരിയൽസ് വന്ന് എന്ത് ചെയ്യില്ല, കെട്ടിക്കിടക്കില്ല. നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ഇത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഇത്ര റോ മെറ്റീരിയൽസും മതി. അപ്പോൾ ഇനി നമ്മൾ റോ മെറ്റീരിയൽസിന് ഓർഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നമ്മുടെ അടുത്തുള്ള റിസോഴ്സസിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനും ആ റിസോഴ്സസ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് ERP സോഫ്റ്റ്വെയർ നമ്മളെ സഹായിക്കും. അപ്പം എന്താവില്ല, റിസോഴ്സസിന് വേസ്റ്റേജ് ഉണ്ടാവില്ല. അതാണ് ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ദെൻ ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ERP പാക്കേജ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടുകയാണ്. അവർക്ക് യാത്ര ചെയ്ത് പൈസ കളഞ്ഞൊന്നും നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വെബ് ബേസ്ഡ്, അതായത് ഇപ്പോൾ ഓൺലൈനാണ് ആൾക്കാർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റ് എവിടെ എത്തി. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രൊവൈഡ്സ് അക്യുറേറ്റ് ഇൻഫർമേഷൻ. അക്യുറേറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഏതൊരു എൻ്റർപ്രൈസും നമ്മൾ ഈ സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയും അഡ്വാൻസ്ഡ് ഐഡിയസും ഒക്കെ യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ എൻ്റർപ്രൈസിന് എന്ത് ചെയ്യണം, പ്ലാൻ ആൻഡ് മാനേജ് ദി ഫ്യൂച്ചർ ക്ലെവർലി. അപ്പോൾ ഇന്നത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഇന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, മാനേജ് ചെയ്യും, ഫ്യൂച്ചർ ക്ലെവർലി അവർ പ്ലാൻ ചെയ്യുകയൊക്കെ വേണം അല്ലേ എൻ്റർപ്രൈസിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് പ്ലാനിങ് ചെയ്യണമെങ്കിൽ നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, റിലവൻ്റ് ആയിട്ട് കറക്റ്റായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാം. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ എൻ്റർപ്രൈസിന് ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ദെൻ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അക്യുറേറ്റും റിലവൻ്റായിട്ടും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബെറ്റർ ഡിസിഷൻ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതാണ് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ERP പാക്കേജ് ഒരു കമ്പനിയുടെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലെക്സിബിൾ പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഏതൊരു അന്തരീക്ഷത്തിലും അഡാപ്റ്റ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ കഴിയണം അല്ലേ. പുതിയൊരു പാക്കേജ് കൊണ്ടുവരുന്ന സമയത്തും എന്ത് ചെയ്യാൻ കഴിയണം, നമ്മുടെ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ എല്ലാവരും ആ പാക്കേജുമായിട്ട് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ആവാൻ കഴിയണം, അഡാപ്റ്റ് ചെയ്യാൻ കഴിയണം, പുതിയ ചേഞ്ചസിലേക്ക് അവർക്ക് മാറാൻ കഴിയണം അല്ലേ. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, ഒരു സക്സസ് ആവുകയുള്ളൂ. അല്ലാതെ എൻ്റർപ്രൈസിൽ കൊണ്ടുവന്നോ മാനേജ്മെൻറ്റ് തയ്യാറാണ് മറ്റുള്ളവരെ തിരിഞ്ഞാൽ ശരിയാവില്ല. സോ ഫ്ലെക്സിബിൾ ഓർഗനൈസേഷൻ കൻ അഡാപ്റ്റ് ചേഞ്ച് ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഫ്ലെക്സിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പല ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുള്ള ഇൻറ്റഗ്രേഷൻ, എല്ലാ എൻ്റർപ്രൈസിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കൂടി ഒന്നിച്ചിരിച്ചിരിക്കുകയാണ്. സോ എന്താണ്, ഇതെല്ലാ ഡാറ്റയും എവിടെ സ്റ്റോർ ചെയ്യണം, ഒരു സെൻട്രൽ ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് ഇത്രയുമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ERP പാക്കേജ് ഹൈ സെക്യൂരിറ്റി ആണ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് അറിയാനുള്ള കാര്യങ്ങൾ ആരും മാത്രമേ അറിയാൻ പറ്റുള്ളൂ, മാനേജ്മെൻറ്റിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ബിസിനസ്സിൻ്റെ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ പുറത്ത് വിടില്ല. അങ്ങനെ യൂണിഫൈഡ് ഒറ്റ മാനേജ്മെൻറ്റ് മാത്രം അറിയാൻ പാടുന്ന റിപ്പോർട്ട്സുകൾ, അങ്ങനെ പല കാര്യങ്ങൾ, പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജീസ്, അങ്ങനെ പല അവർക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളും ഹൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റർപ്രൈസിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഇൻ്റഗ്രേഷനും ഉണ്ടാവും. ഒരു ബെറ്റർ ഒന്നിപ്പിച്ചിട്ടുള്ള ഒരു ഡാറ്റാ ബേസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ എന്തായിരിക്കും, ഇൻ്റർലിങ്ക്ഡും ആയിരിക്കും. ഇതാണ് നമ്മുടെ ERPയുടെ അഡ്വാൻറ്റേജസ്.